9ാം ക്ലാസ്സിൻ്റെ താരീഖാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. 6ാമത്തെ പാഠം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഖലീൽ, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന പേരിൽ അറിയപ്പെട്ട വലിയ മഹാൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ഹുവ മിൻ ദുര്രിയത്തി സാമി ബിൻ നൂഹിൻ അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകനായ സാമ് എന്നവരുടെ ദുര്രിയത്തിൽപ്പെട്ട സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അബൂഹു ആസറു, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ആസർ എന്നാണ്. മൗലിദുഹു ബി ബാബില, അദ്ദേഹം ജനിച്ചത് ബാബിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബാബിലിലാണ് അദ്ദേഹം ജനിച്ചത്. വക്കാന അഹ്ലു ബാബില ഫി അർഗദി ഐഷിൻ. ഈ ബാബിലക്കാരുടെ ഒരു പ്രത്യേകത എന്താണ്? അവര് ആഡംബര ജീവിതം നയിച്ച ആളുകളാണ്. അർഗദ ഐഷിൻ, ആഡംബര ജീവിതം നയിച്ച ആളുകളാണ്. വക്കാനു യഅ്ബുദൂനൽ അസ്നാമ, മാത്രമല്ല അവർ വിഗ്രഹങ്ങളെയും ആരാധിച്ചിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, അതുപോലെ ആഡംബര ജീവിതം നയിക്കുന്നു. അതാണ് അവരുടെ പ്രത്യേകത. മലിക്കഹും നമ്രൂദ ഇബ്ന കൻആൻ, കൻആനിന്റെ മകനായ നമ്രൂദ്, അവനാണ് ആ നാടിന്റെ രാജാവ്. അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ രീതിയിൽ തെറ്റുകളിൽ അഭിരമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ബാബിലക്കാർ. ബഅസല്ലാഹു ഇലൈഹിം ഇബ്രാഹിം അലൈഹിസ്സലാം റസൂലൻ. ആ ഒരു സമുദായത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുന്നത്, പ്രബോധനം ചെയ്യാൻ വേണ്ടി. ഫദഅ അവലൻ അബാഹു ഇലൽ ഹഖി. ആദ്യമായി അദ്ദേഹം ക്ഷണിച്ചത് തൻ്റെ പിതാവിനെയാണ് അദ്ദേഹം ആദ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. പക്ഷേ ഫഹദ്ദദഹു, ആ പിതാവ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. പിതാവ് പറഞ്ഞു, വഖാല, പിതാവ് പറഞ്ഞു, അറാഖിബൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. അറാഖിബൻ അൻത, നീ അവഗണിക്കുകയാണോ, അൻ ആലിഹത്തി, എൻ്റെ വിഗ്രഹങ്ങളെ, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ, നീ എൻ്റെ വിഗ്രഹങ്ങളെയൊക്കെ അവഗണിക്കുകയാണോ? ലഇൻ ലം തൻതഹി ലഅർജുമന്നക, നീ അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഞാൻ നിന്നെ എറിഞ്ഞുകൊല്ലും. ലഅർജുമന്നക, നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും. മാത്രമല്ല വഹ്ജുർനി മലിയ, നീ എന്നെ വിട്ട് ദൂരേക്ക് പോവുകയും ചെയ്യും. ഇവിടെ നിൽക്കണ്ട, നീ എൻ്റെ വിഗ്രഹങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ നിൽക്കണ്ട, എൻ്റെ കൂടെ നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഫഖാല ഇബ്രാഹിം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, സലാമുൻ അലൈക്ക, പിതാവേ അങ്ങേക്ക് സലാം, ഞാൻ പോവുകയാണ്. മാത്രമല്ല വഅഅ്തസിലക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നു. വമാ തദഊൻ അതായത് തഅബുദൂൻ മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ, ഏക ഇലാഹാകുന്ന അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന എല്ലാത്തിനെയും ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ നിന്ന് കടന്നുപോകും. വഖാല ഖുഫിയത്തുൻ ഫി നഫ്സിഹി, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിൽ ഒരു ആശയമുണ്ട്. എന്താണ്? അദ്ദേഹം മനസ്സിലിങ്ങനെ പറഞ്ഞു, വത്താല്ലാഹി, അള്ളാഹുവാണ് സത്യം, ല അഖീദന്ന അസുനാമക്കും, നിങ്ങളുടെ വിഗ്രഹങ്ങളെയൊക്കെ ഞാനിങ്ങനെ തച്ചുടയ്ക്കും, തകർത്ത് കളയും. മനസ്സിലിങ്ങനെ പറയാണ് അദ്ദേഹം, ല അഖീദന്ന അസുനാമക്കും, നിങ്ങളുടെ വിഗ്രഹങ്ങളെ ഞാൻ തച്ചുടച്ചു കളയും, തകർത്ത് കളയും. ബഅദ അൻ തദ്ഹബു ഇല ഈദിക്കും, അവരുടെ ഒരു പ്രത്യേകത, വർഷത്തിലൊരു ഈദ്, അവർക്കൊരാഘോഷമുണ്ട്. ആ ആഘോഷത്തിന് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ വിഗ്രഹങ്ങളെയൊക്കെ ഞാൻ തച്ചുടച്ചു കളയും എന്ന് അദ്ദേഹം മനസ്സിലിങ്ങനെ പറഞ്ഞു. വക്കാന ലഹും ഈദുൻ, ഈ ബാബിലക്കാർക്ക് ഒരു ഈദ്, ഒരു ആഘോഷം ഉണ്ടായിരുന്നു. യദ്ഹബൂന ഇലൈഹി, ആ ആഘോഷത്തിലേക്ക് അവരിങ്ങനെ പോകും. കുല്ല ആമിൻ മറത്തൻ, എല്ലാ വർഷത്തിലും ഒരു വട്ടം, എല്ലാ വർഷത്തിലും ഒരു വട്ടം ബാബിലക്കാര് അവരുടെ ആഘോഷമാകുന്ന ആ ഈദിന് വേണ്ടി കടന്നു പോകും. ആ ദിവസത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങളുടെ വിഗ്രഹങ്ങളെയൊക്കെ ഞാൻ തച്ചുടച്ചു കളയും, തകർത്ത് കളയുമെന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞു. ഫലമ്മാ ദഹബു ഇലാ ഈദിഹിം, ആ സമൂഹം അവരുടെ പെരുന്നാളിന് വേണ്ടി, ആഘോഷത്തിന് വേണ്ടി കടന്നുപോയപ്പോൾ ദഹബ ഇബ്രാഹിമു, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കടന്നുപോയി, ഇലാ ആലിഹത്തിഹിം, അവരുടെ ആ വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക്. മുസ്രിഅൻ മുസ്തഖ്ഫിയൻ, രഹസ്യമായിട്ടും വേഗത്തിലും. മുസ്രിഅൻ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, മുസ്തഖ്ഫിയൻ എന്ന് പറഞ്ഞാൽ രഹസ്യമായി വേഗത്തിൽ അദ്ദേഹം ഇവരുടെ വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് കടന്നുപോയി. ഫവജദഹ,
അങ്ങനെ ആ വിഗ്രഹങ്ങളെ അദ്ദേഹം കണ്ടു. വഖദ് വളഉ ബൈന ഐദീഹാ അൻവാഅൻ മിനൽ അത്ഇമത്തി ഖുർബാനൻ ഇലൈഹാ. മാത്രമല്ല വഖദ് വളഉ ബൈന ഐദീഹാ, ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഇവരിങ്ങനെ വച്ചേക്കുവാണ്. വളഉ ബൈന ഐദീഹാ, ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇവരിങ്ങനെ വച്ചിട്ടുണ്ട്. അൻവാഅൻ മിനൽ അത്ഇമത്തി, ഭക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഇനം ഭക്ഷണങ്ങളെ. എന്തായിട്ട്? ഖുർബാനൻ, വഴിപാടായിട്ട്. ഖുർബാൻ, വഴിപാടായിട്ട് അവരിങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾ ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വച്ചിരിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ടു. ഫഖാല ലഹ, ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, അലാ തഅക്കുലൂന മാലക്കും ലാ തൻതിഖൂൻ. അലാ തഅക്കുലൂന, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ? നിങ്ങളിത് ഭക്ഷിക്കുന്നില്ലേ? മാലക്കും ലാ തൻതിഖൂൻ, എന്താ നിങ്ങൾ മിണ്ടാത്തത്? എന്തു പറ്റി നിങ്ങൾക്ക്? എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അങ്ങനെ ഫകസ്സറഹാ ബിഖുദൂമിൻ ഫി യദിഹി ഖിതഅൻ സഗീറതൻ ഇല്ലാ കബീറൻ മിൻഹാ. ഫകസ്സറഹ, ആ വിഗ്രഹങ്ങളെയൊക്കെ അദ്ദേഹം തകർത്തു കളഞ്ഞു. ബിഖുദൂമിൻ ഫി യദിഹി, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കോടാലി ഉപയോഗിച്ച്. ബിഖുദൂമിൻ, കോടാലി കൊണ്ട്. ഫി യദിഹി, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കോടാലി കൊണ്ട് ആ വിഗ്രഹങ്ങളെ മുഴുവൻ അദ്ദേഹം തകർത്തു കളഞ്ഞു. ഖിതഅൻ സഗീറതൻ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇല്ല കബീറ മിൻഹ, ആ വിഗ്രഹങ്ങളിൽ നിന്ന് വലിയതിനെ ഒഴികെ, വലുതിനെ മാത്രം ഒന്നും ചെയ്തില്ല, ബാക്കിയുള്ള എല്ലാത്തിനെയും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഫലമ്മാ റജഉ, ആ സമൂഹം മടങ്ങി വന്നപ്പോ വവജദൂ മാ ഹല്ല ബിമഅബൂദിഹിം, അവരുടെയൊക്കെ വിഗ്രഹങ്ങൾക്ക് സംഭവിച്ച അവസ്ഥ കണ്ടിട്ട് അവർ പരിഭ്രാന്തരായി. ആ അവസ്ഥ അവർ കണ്ടു. വജദൂ മാ ഹല്ല ബിമഅബൂദിഹിം, മഅബൂദുകൾക്ക്, അവരുടെ ആരാധ്യ വസ്തുക്കൾക്ക് സംഭവിച്ച ആ അവസ്ഥ അവരിങ്ങനെ കണ്ടു. ഖാലു, അവർ പരസ്പരം ചോദിച്ചു, മൻ ഫഅല ഹാദ, ആരാ ഇത് ചെയ്തത്? മൻ ഫഅല ഹാദ, ആരാ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. ഖാലു, അപ്പൊ അവർ പറഞ്ഞു, സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം ഫഅതൗ ബിഹി. അവരിങ്ങനെ പരസ്പരം പറയാണ്, ഒരു പുരുഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സമിഅനാ ഫതൻ, ഒരു യുവാവിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്. യദ്കുറുഹും, അവനിങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവന് യുഖാലു ഇബ്രാഹിം, അവൻ ഇബ്രാഹിം എന്നാണ് പേര് പറയുന്നത്. ആ പുരുഷൻ ഇങ്ങനെ തകർത്ത് കളയുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് കുറച്ച് ആളുകൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഫഅതൗ ബിഹി, അദ്ദേഹത്തെ കൊണ്ടുവന്നു. വഖാലു, അവര് ചോദിച്ചു, അ അൻത ഫഅൽത ഹാദ, നീയാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, ബൽ ഫഅലഹു കബീറുഹും ഹാദാ. ബൽ എന്നല്ല, ഫഅലഹു കബീറുഹും ഹാദാ, ഇത് ചെയ്തത് ഇതിലെ വലിയവനാണ് എന്ന് പറഞ്ഞു. മഅനാഹു, അതായത് കള്ളം പറഞ്ഞതാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം? അല്ല. പിന്നെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? മഅനാഹു ഹുവൽ ഹാമിലു ലി അലാ തക്സീരിഹാ, ആ വലിയവനാണ് ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. വലിയവനാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹുവ അൽ ഹാമിലു ലി അലാ തക്സീരിഹ, ആ വലിയവനാണ് ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം വലിയവനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ, അവര് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക് ആരാ ചെയ്തതെന്ന്. അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ കളിയാക്കി. ഫസ്അലൂഹും, അതിനോട് ചോദിച്ചു നോക്ക്. ഇൻ കാനൂ യൻതിഖൂൻ, അവർ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു. ഫഅദറഖത്തിൽ ഖൗമ ഹൈറത്തു സൂഇൻ, ആ സമയത്ത് ഈ സമൂഹത്തിന് പരാജയം മണത്തു, പരാജയഭീതി ഉണ്ടായി. നമ്മൾ വിജയിക്കില്ല എന്നവർക്ക് മനസ്സിലായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായിട്ട് സംസാരിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന ഒരു ഭീതി അവർക്കുണ്ടായി. ഫഅദറഖത്തിൽ ഖൗമ, ആ സമൂഹത്തിന് എത്തിച്ചു ഹൈറത്തു സൂഇൻ, പരാജയഭീതി. അങ്ങനെ ഫഅത്രഖു, അവർ തല താഴ്ത്തി ഇങ്ങനെ നിന്നു. സുമ്മ ഖാലു, പിന്നെ അവരിങ്ങനെ പറഞ്ഞു, ലഖദ് അലിംത ലാ യഖൂലൂന ജവാബൻ, അവയൊന്നും മറുപടി പറയില്ല എന്ന് നിനക്കറിയില്ലേ ഇബ്രാഹിമേ? ആ വിഗ്രഹങ്ങളൊന്നും മറുപടി പറയില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് ആ സമൂഹം ചോദിച്ചു. ഫഖാല ഇബ്രാഹിം, അപ്പോ ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അഫ തഅബുദൂന മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുകും, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ സമൂഹത്തോട് ചോദിച്ചു. ഫഖാലു, അവർ ദേഷ്യം പിടിച്ചിട്ട് അവർ പറഞ്ഞു, ആ സമൂഹം പറഞ്ഞു, ഹദിഖുഹു,
ഇവനെ കത്തിച്ചു കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫജമഉ അൽ ഹതബ അൽ കസീറ, ധാരാളം വിറകുകൾ അവർ ശേഖരിച്ചു കൊണ്ടുവന്നു, ഒരുമിച്ച് കൂട്ടി. വഅളറമുന്നാർ ഫീ ജമീഇഹി, അങ്ങനെ വഅളറമു, അവർ കത്തിച്ചു അന്നാറ, തീയിനെ, ഫീ ജമീഇഹി, മുഴുവൻ ഭാഗത്തും തീയങ്ങൾ കത്തിച്ചു. വഔസഖു യദൈഹി വരിജ്ലൈഹി, അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലും കൈയും അവർ ബന്ധിച്ചു. വഔസഖു, അവർ ബന്ധിച്ചു, യദൈഹി, അദ്ദേഹത്തിന്റെ 2 കൈകളും, വരിജ്ലൈഹി, 2 കാലുകളും ബന്ധിച്ചു. മാത്രമല്ല വഅൽഖൗഹു ഫിന്നാർ, അവര് അദ്ദേഹത്തെ നരകത്തിലേക്ക്, ആ തീയിലേക്ക് ഇടുകയും ചെയ്തു. വഅൽഖൗഹു ഫിന്നാർ, അദ്ദേഹത്തെ ആ തീയിലേക്ക് എറിയുകയും ചെയ്തു. ഫഖാല ഇബ്രാഹിം, ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ്, അല്ലാഹു എനിക്ക് മതി, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ അവനാണ് ഏറ്റവും ശ്രേഷ്ഠമായവൻ എന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തീയിലേക്ക് ചാടി, തീയിലേക്ക് എറിഞ്ഞു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന വർത്തമാനം പറഞ്ഞു. ഖാല തആല, ആ സമയത്ത് മഹാനായ അല്ലാഹു തആല പറയാണ്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, യാ നാറു, ഓ തീയേ, കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, നീ ഇബ്രാഹിം നബിക്ക് തണുപ്പും രക്ഷയുമായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അല്ലാഹു തആല പറയാൻ, തീനോട് പറയാൻ, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, നീ ഇബ്രാഹിം നബിക്ക് തണുപ്പും രക്ഷയുമായി മാറുക എന്ന് പറഞ്ഞു. ഫനജാഹുല്ലാഹു മിൻ ഇഹ്റാഖിന്നാർ, ഫനജാഹുല്ലാഹു, അല്ലാഹു തആല അദ്ദേഹത്തെ രക്ഷിച്ചു, മിൻ ഇഹ്റാഖിന്നാർ, ആ തീ കരിക്കുന്നതിൽ നിന്ന്, ഇഹ്റാഖ് ചെയ്യുന്നതിൽ നിന്ന്, കരിക്കുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഒരു പോറല് പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തി. വലം തുഹ്രിഖ്, കത്തിയിട്ടില്ല, ഇല്ല വഫാഖൽ യദൈനി വരിജ്ലൈൻ, അദ്ദേഹത്തിന്റെ കാലിലും കയ്യിലും ഈ സമൂഹം കെട്ടിയിട്ടായിരുന്നല്ലോ, ആ കയറിനല്ലാതെ, ആ കെട്ടിനല്ലാതെ വേറെ ഒന്നിനും തീ പിടിച്ചില്ല. അദ്ദേഹത്തിന്റെ മേത്ത് ഒരു പോറല് പോലും ഏറ്റില്ല, അവര് കെട്ടിയ ആ കയറ് മാത്രം കത്തിക്കരിഞ്ഞുപോയി. ഫതഅജ്ജബു, അവരിങ്ങനെ അത്ഭുതപ്പെട്ടു. മാത്രമല്ല വൻസറഫു കാളിമീനൽ ഗൈദ്, ദേഷ്യം സഹിച്ചവരായ നിലക്ക്, കാളിമീനൽ ഗൈദ്, ദേഷ്യം സഹിച്ചവരായ നിലക്ക്, കടിച്ചു പിടിച്ചവരായ നിലക്ക് അവര് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. സുമ്മ ഖറജ ഇബ്രാഹിം അലൈഹിസ്സലാം, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്നില്ല, അദ്ദേഹം പുറപ്പെട്ടു. മഅ സാറത്ത, മഹദിയായ സാറാ ബീവിയോടൊപ്പം. സാറാ ബീവി ആരാണ്? വഹിയ സൗജത്തുഹു വ ബിൻതു അമ്മിഹി, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, അതുമാത്രമല്ല പിതൃവ്യപുത്രി കൂടിയാണ്, പിതാവിന്റെ സഹോദരന്റെ മകൾ കൂടിയാണ്. 2 വിശേഷണങ്ങളാണ് സാറാ ബീവിക്കുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയാണ്, മാത്രമല്ല പിതൃവ്യപുത്രി കൂടിയാണ് അദ്ദേഹത്തിന്റെ. പിന്നെ മഅ ലൂത്തിൻ ഇബ്നി അഖീഹി ഹാറാൻ, ഹാറാനാകുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ, ആ സഹോദരന്റെ മകനായ ലൂത്ത് നബി അലൈഹി സ്വലാമും കൂടെയുണ്ട്. വ സൗജത്തിഹി, മാത്രമല്ല ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയും കൂടിയുണ്ട്. ഇവര് 3 പേരും കൂടി, 4 പേരും കൂടി, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ ഭാര്യ, ഈ 4 പേരും കൂടിയിട്ട് പോയി ഇല ഊർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. സുമ്മ ഇല ഹറാൻ, പിന്നെ അവര് ഹറാൻ എന്ന സ്ഥലത്തേക്ക് പോയി. സുമ്മ ഇല ഫലസ്തീൻ, പിന്നെ അവര് ഫലസ്തീനിലേക്ക് പോയി. വലം യംകുസു ഫീഹ ഇല്ല ഖലീല, ഇവിടെയൊന്നും വളരെ കുറച്ച് കാലം മാത്രമേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും സംഘവും താമസിച്ചുള്ളൂ, ഒരുപാട് കാലം താമസിച്ചില്ല. സുമ്മൻ തഖലു ഇല മിസ്ര, പിന്നെ അവര് മിസ്റിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി. വ അറാദ മലിക്കു മിസ്ര, ഈ മിസ്റിന്റെ രാജാവ്, അയാൾ ഉദ്ദേശിച്ചു അയ്യഹുദ സാറത്ത, ആ സാറാ ബീവിയെ പിടിക്കാൻ ഉദ്ദേശിച്ചു. സാറാ ബീവിയെ പിടിക്കാൻ ഈ മിസ്റിന്റെ രാജാവ് ഒരു പ്ലാൻ ഇട്ടു. വക്കാന ഫാജിറൻ, അവൻ തെമ്മാടിയായിരുന്നു, ആ രാജാവ് ഒരു തെമ്മാടിയായിരുന്നു. ആ തെമ്മാടിയായ രാജാവ് മഹദിയായ സാറാ ബീവിയെ പിടിക്കാൻ പ്ലാൻ ഇട്ടു. ഫഅസാബഹു സഫറുൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹന്മാരെ മഹദികളാണ്. അപ്പൊ അവരെ ഉപദ്രവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഈ രാജാവിന് മഞ്ഞപ്പിത്തം ബാധിച്ചു. സഫർ മഞ്ഞപ്പിത്തം ബാധിച്ചു. ഫൻസറഫ അൻഹ, അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി.
അദ്ദേഹത്തിന്റെ ആ പ്ലാനിൽ നിന്ന് അദ്ദേഹം പിന്മാറി. മാത്രമല്ല അഴത്വാഹ, മഹതിയായ സാറാ ബീവിക്ക് അദ്ദേഹം നൽകി, ആ രാജാവ് നൽകി ഹാജറ ബീവിയെ നൽകി. ഖാദിമത്തല്ലഹ, സാറാ ബീവിക്കൊരു സേവകയായിട്ട് ഹാജറ എന്ന സ്ത്രീയെ കൊടുത്തു. വഅഅത ഇബ്രാഹിമ അംവാലൻ, മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ധാരാളം സമ്പത്തും അദ്ദേഹം കൊടുത്തു. മാഷിയത്തൻ, കാലികളുണ്ട്, ജീവികളായിട്ടുള്ള മൃഗങ്ങളുണ്ട്, കാലികളുണ്ട്. മാത്രമല്ല ജവാരിയ, അടിമ സ്ത്രീകളുണ്ട്. അബീദൻ, അടിമകളുണ്ട്. ഇങ്ങനെ ധാരാളം സമ്പത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും ആ രാജാവ് കൊടുത്തു. സാറാ ബീവിക്ക് ഹാജറ എന്ന സ്ത്രീയെ സേവകയായിട്ട് കൊടുക്കുകയും ചെയ്തു. സുമ്മ തഫറഖ ഇബ്രാഹിം അലൈഹിസ്സലാം, പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ലൂത്തുൻ അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹി സ്വലാമും വേർപിരിഞ്ഞു. പിന്നെ അവർ ഒന്നിച്ച് താമസിച്ചില്ല, വേർപിരിഞ്ഞ് വേറെ സ്ഥലങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. ഫസക്കന ഇബ്രാഹിം അലൈഹിസ്സലാം ഫി ബിഇരി സിബാഅ് ഫി ഫലസ്തീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം താമസിച്ചത് ഫലസ്തീനിലുള്ള ബിഇരി സിബാഅ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബിഇറു സിബാഅ്, അവിടെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം താമസിക്കുന്നത്. വസക്കന ലൂത്ത് അലൈഹി സ്വലാം ഫി സദൂം, ലൂത്ത് നബി അലൈഹി സ്വലാമോ അദ്ദേഹം സദൂം എന്ന് പറയുന്ന സ്ഥലത്തുമാണ് താമസിച്ചത്. വഖബർ ഇബ്രാഹിം അലൈഹി സ്വലാം ബി മദീനത്തുൽ ഖലീൽ, മദീനത്തുൽ ഖലീൽ എന്ന സ്ഥലത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഖബറുള്ളത്. മദീനത്തുൽ ഖലീൽ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഖബർ. വഉംറുഹു, അദ്ദേഹത്തിന്റെ പ്രായം 175 സനതൻ. മിഅത്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? 100. 75 എന്ന് പറഞ്ഞാൽ 75, 175 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. നന്നായി പാഠം വായിച്ചു പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.